Hello my dear beautiful souls, welcome back to our YouTube channel Healing Angels Black Tarot Malayalam. നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അതായത് നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ്, നോ കോൺടാക്റ്റ് ആണ്, ലെസ് കോൺടാക്റ്റ് ഒക്കെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം സ്ട്രോബെറി മൂൺ എനർജി ആയിരുന്നു, അതിൻ്റെ റീഡിംഗ് ഒക്കെ നമ്മൾ കണ്ടു. എഗൈൻ നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്ന് ഒരു ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ടോ എന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണിൻ്റെ മാത്രമല്ല, നിങ്ങളുടെ കരിയറിലോ ഫിനാൻസിലോ അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെയിലും എന്തെങ്കിലും ചേഞ്ച് ഷിഫ്റ്റ് വന്നിട്ടുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, സോ റീഡിങ് ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ടൈം തൊട്ട് നിങ്ങൾക്ക് റിസണേറ്റ് ആയി തുടങ്ങുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇത് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്, എൻ്റെ സോൾ ഹാപ്പിനെസ്സിന് വേണ്ടി, എൻ്റെ ഇന്നർ പീസിന് വേണ്ടി ഞാൻ ചെയ്യുന്ന റീഡിംഗ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ പറയുക. അതേപോലെ തന്നെ അത് നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യാതിരിക്കുക, പോസിറ്റീവ് മാത്രം അട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ റീഡിങ് കാണുന്നില്ല, റീഡിങ് ഇടുന്നില്ല എന്നൊക്കെ പറയണവരുടെ പരാതിയൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിരത്തി പറ്റങ്ങ് റീഡിങ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി അങ്ങോട്ടേക്ക് തിരക്കുണ്ട്, ഇപ്പോൾ കുറച്ച് ബിസി ആകും ഞാൻ അങ്ങോട്ടേക്ക്. അതായത് ഞാൻ പറയാൻ മറന്നുപോയി, ഞാൻ പറഞ്ഞു തോന്നുന്നു കഴിഞ്ഞ റീഡിങ്ങിൽ ഞാനൊരു ബുക്ക് എഴുതുന്നുണ്ട് കറൻലി. അപ്പോൾ അത് പബ്ലിഷിങ് ആ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമിക്കുട്ടി എന്നാണ് ബുക്കിൻ്റെ പേര്. അതായത് എൻ്റെ സ്വന്തം ജീവിതാനുഭവമാണ് ഞാൻ ആ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത്. A to Z എൻ്റെ ജനനം മുതൽ ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതും അതിനകത്തേക്ക് എന്നെ എത്താൻ സഹായിച്ച 3-4 വ്യക്തികളുടെ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. സോ പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുണ്ടാവും, എന്നെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്കും എങ്ങനെയാണ് അത്, മീൻസ് ഇതൊരു ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ്. സോ പറ്റുന്നവർ വായിക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓക്കെ, സോ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പിന്നെ പറയണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ബ്രീത്ത് ഔട്ട് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള നല്ല നല്ല മൂമെൻറ്റ്സ് എല്ലാം ചിന്തിച്ചിട്ട് റീഡിങ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ നല്ല രീതിക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലത് വരും. നിങ്ങൾ എപ്പോൾ നെഗറ്റീവ് ചിന്തിക്കുമോ നിങ്ങൾക്ക് നെഗറ്റീവേ വരത്തുള്ളൂ. നമുക്കത് കാർഡ്സ് എല്ലാം എടുക്കാം, അതിനുശേഷം പരത്തിയെടുക്കും. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ദ മൂൺ, 8 of cups, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. കുറച്ചധികം കാർഡ്സ് വേണ്ടിയിട്ടുണ്ട്, സോ നമ്മളൊന്നും എടുക്കണില്ല. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഫീലിങ്സ് ഒക്കെ എന്താണ്? ആ കാർഡ് വീഴാൻ പോയതാണ്, പക്ഷേ ഞാനതിങ്ങനെ കയറ്റി വെച്ചു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കമൻസ് എല്ലാം ഞാൻ വായിക്കാറുണ്ട്, പറ്റുന്ന കമൻസിനൊക്കെ റിപ്ലൈ അയക്കാറുണ്ട്. അതിപ്പോൾ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും എന്താണ് എന്നോട് പറയുന്നത് അതനുസരിച്ച് ഞാൻ റിപ്ലൈ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. 2 കാർഡ്സ് വേണ്ടിയിട്ട്, ഒന്ന് ദ സ്റ്റാർ കാർഡും പിന്നെ ഒന്ന് നമുക്ക് കിങ് ഓഫ് കപ്സിൻ്റെ കാർഡാണ് വന്നേക്കുന്നത്. അതായത് ഒരു ലവ്, ഇമോഷണൽ ഇതൊക്കെ കാണാൻ പറ്റുന്നത് നമുക്കിവിടെ. ഒരു വേണ്ടേ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. Ace of Cups, again നമുക്ക് സ്ട്രെങ്ത്തിൻ്റെ കാർഡും വന്നിട്ടുണ്ട്. കാർഡ്സ് വെക്കാൻ എനിക്ക് സൗകര്യമില്ല. നമ്മളിപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഇവിടെ ബേസിൻ്റെ അടുത്ത് തന്നെയാണ് താമസം. അവിടെ നിന്ന് 300 meters ഉള്ളൂ എൻ്റെ ഫ്ലാറ്റിലേക്ക്. സോ ഇപ്പോഴും വാർ ഇഷ്യൂസ് ഇങ്ങനെ നടക്കണം, ഡ്രോൺ വീണ കാരണമൊക്കെ നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിതൊരു ഫ്ലാറ്റ് ഒന്നും റെഡി ആയിട്ടില്ല. ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. ഫ്രണ്ട് ലൈക്ക് ഒരു ബ്രദർ ഹുഡാണ് ആൾ. അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് മാറണേൻ്റെ തിരക്കാണ്, അവിടെ ഒക്കെ വലിച്ചു വാരിട്ടേക്കണം, ഇരിക്കാൻ സ്ഥലമില്ല നമുക്ക്. ഓക്കെ, ഏസ് ഓഫ് കോയിൻസിൻ്റെ എനർജിയും എഗെയിൻ നമുക്ക് സ്ട്രെങ്ത്തിൻ്റെ എനർജിയാണ് വന്നിട്ടുണ്ടായത്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ നമുക്ക് ദ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം സ്ട്രോബെറി മൂൺ ആയിരുന്നു. അതിൻ്റെ ആ ഒരു ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്ന ഒരു ഇൻഡ്യൂഷനൊക്കെ ഉണ്ടല്ലോ, മീൻസ് ഈ കണക്ഷനിൽ ഒരു ഔട്ട്കം ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിച്ച് പോകുമോ. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് പല പല ചിന്തകളാണ്. മീൻസ് നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹീലിങ്ങോ കാര്യങ്ങളോ ഇല്ലാണ്ടായിരിക്കും നിങ്ങൾ കറൻറ്റ്ലി ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാവുക. സോ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡിസെപ്ഷൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മീൻസ് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റെബിലിറ്റി തോന്നുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പേഴ്സണും ഇത് തന്നെയാണ് തോന്നുന്നത്. ഈ ഒരു കണക്ഷനിൽ എത്രയൊക്കെ എഫേർട്ട് ഇട്ടിട്ടും ഒരു ഔട്ട്കം ഇല്ല. കാരണം മൂൺ എനർജി എപ്പോഴും ഹൈഡിങ്ങിനെയാണ് കാണിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്യേണ്ട, അതേപോലെ തന്നെ ആൻസൈറ്റി, ഡിപ്രഷൻ, ഇല്യൂഷനൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. മീൻസ് എന്താ പറയുക, എങ്ങനെയൊക്കെ നോക്കിയിട്ടും നിങ്ങൾക്കൊരു തൃപ്തിയില്ല ഈ റിലേഷൻഷിപ്പിൽ.
അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷനൊക്കെ ബ്ലോക്ക് ആയി കിടക്കുന്ന മീൻസ് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ കിട്ടും, സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് ഗൈഡൻസ് ഒക്കെ ഡിവൈൻ തന്നെ തരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. നിങ്ങളുടെ പേഴ്സണും അതേ എനർജി തന്നെയാണ് നിൽക്കുന്നത്, ആളും അത് കേൾക്കാൻ തയ്യാറല്ലാത്ത എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മൂൺ എനർജിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ഇല്യൂഷൻ സ്റ്റേജിൽ നിന്നൊക്കെ പുറത്തേക്ക് വരണ്ടാവും. അതായത് കിങ് ഓഫ് കപ്സ് ആണ് മൂൺ കാർഡിന്റെ താഴെ തന്നെ വന്നിട്ടുണ്ടായത്. അതായത് ആളുടെ ആ ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. ഇപ്പം ആൾ ആ ഇമോഷനും കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ ആയിരിക്കില്ല. ആൾ ആ ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ നിങ്ങളോട് കാണിക്കേണ്ടാവും. മൂൺ കാർഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി പുറത്ത് വരുന്നുണ്ടാവും. സത്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിയുണ്ടാവും. എഗെയിൻ നമുക്ക് അത് കഴിഞ്ഞിട്ട് കിട്ടിയത് 8 ഓഫ് കപ്സിന്റെ കാർഡാണ്. മീൻസ് നിങ്ങളൊരു വാക്കിംഗ് എവേയുടെ എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് നിങ്ങളെ ഗോസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ സത്യങ്ങളൊക്കെ നിങ്ങൾ വൈകാതെ അറിയണ്ടാവും. കാരണം ഈ ഒരു മൂൺ എനർജിയുടെ ഭാഗമായിട്ട് ആൾക്ക് ആ ഒരു ഉള്ളിൽ ഭയങ്കര നല്ല രീതിക്കൊരു എന്താ പറയുക ആൻസൈറ്റി ഇല്യൂഷനൊക്കെ ആൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങളോട് സംസാരിച്ചാലേ പറ്റുള്ളൂ, നിങ്ങളോട് തുറന്ന് സംസാരിക്കണം, നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ അറിയണം നിങ്ങളുടെ വ്യക്തി നല്ല രീതിക്ക് ആഗ്രഹിക്കേണ്ടത്. എഗെയിൻ ഇവിടെ 8 ഓഫ് കപ്സ് എനിക്ക് ഒരു വാക്കിംഗ് എവേയുടെ എനർജിയിലാണ് പോകണ്ടാവുക. ഓക്കെ, ആളിപ്പോൾ എന്താ പറയുക എനിക്ക് വിളിച്ചതാണെങ്കിൽ എനിക്ക് കിട്ടും, അതർവൈസ് നോട്ട് എന്നുള്ള മൈൻഡിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അതായത് ആൾക്കറിയാം ആളുടെ ഡെസ്റ്റിനി ആണോ നിങ്ങൾ ആളുടെ അടുത്തേക്ക് ചെല്ലും, അല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിന്തിക്കുന്നത് എനിക്കൊരു ഹാപ്പിനെസ് ഇല്ലാത്ത കണക്ഷനാണ്, മീൻസ് എനിക്കൊരു സന്തോഷമില്ല കണക്ഷൻ ചെയ്ത്, പിന്നെ ഞാൻ ആ കണക്ഷൻ എന്തിനാ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാം. അതാണ് കറൻ്റ്ലി ഉള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്ത. ഐ ഡോണ്ട് നോ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ആളുടെ ഉള്ളിൽ ഈ ഒരു കണക്ഷനിൽ ഹാപ്പിനെസ് ഇല്ല, പിന്നെ ഞാനിത് പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് പോകണമെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള മൈൻഡ്. ഞാൻ പറഞ്ഞു ആൾ വോക്കിംഗ് ഇവിടെ എനർജിയിലാണ് ഇരിക്കുന്നത്. സോ ആളുടെ ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞു ഇത് എനർജി ബേസ്ഡ് റീഡിംഗ് ആണ്. സോ എനർജീസ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ആളിപ്പോൾ ചിന്തിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ചിന്തിക്കേണ്ടാവുക. സോ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ റീഡിങ്ങിൻ്റെ ഔട്ട്കം മാറുണ്ടാവും. കറൻ്റ് ഉള്ള ആളുടെ ചിന്ത ആൾ ഇതിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ലെറ്റിംഗ് കോഡ് എനർജിയിലാണ് ആൾ നിൽക്കുന്നത്. കാരണം ഇമോഷണലി ഈ കണക്ഷനിൽ ആൾക്കൊരു ഔട്ട്കം കിട്ടിയിട്ടില്ല. ആൾ എപ്പോഴും ഇതിനകത്ത് നല്ല രീതിക്ക് ഹേർട്ട് ആയിട്ടുണ്ട്. ആൾ വിചാരിച്ച പോലെ ഇതിനകത്ത് അത്ര സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊന്നും ആൾക്ക് കിട്ടിയിട്ടില്ല. ചിന്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷനെ വിട്ട് കളയണത് ആളുടെ തോൽവിയല്ല, അത് നല്ലതിനാണെന്നാണ് ആൾ ചിന്തിക്കുന്നത്. അതായത് ആൾക്ക് ഇനി ഈ കണക്ഷനിലൊന്നും ചെയ്യാനില്ല, അപ്പോൾ ഡിവൈനായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആളിവിടെ നിന്ന് മാറി നിൽക്കുന്നത്. സോ ആളുടെ ആ ഒരു ഇൻഡ്യൂഷൻ മീൻസ് സബ് കോൺഷ്യസ് മൈൻഡിൽ ആൾക്ക് കിട്ടിയ ആ ഒരു ഇൻഡ്യൂഷൻ പക്ക കറക്റ്റാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. സ്റ്റാർ കാർഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പുതിയൊരു ഹോപ്പ്, ഒരു പ്രതീക്ഷ അല്ലേ. സോ നിങ്ങളുടെ കണക്ഷനിൽ പുതിയൊരു ഹോപ്പ് ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിക്ക് അറിയാം. അതായത് നമുക്ക് പറ്റാത്ത കാര്യം നമ്മൾ വിട്ട് ലെറ്റിംഗ് ഗോ ചെയ്ത് ഫോർഗീവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിധിച്ചതാണ്, നമ്മുടെ ഡെസ്റ്റിനി ആണെങ്കിൽ ഡിവൈൻ ആയിട്ട് അത് നമ്മുടെ കയ്യിലെത്തിക്കും. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരു ഹോപ്പ് ഉണ്ട്. മീൻസ് ആളൊരു സ്പിരിച്വാലിറ്റിയുടെ ഇതിലേക്കാണ് നിൽക്കുന്നത്. മീൻസ് ആളിപ്പോൾ നല്ല രീതിക്കൊരു ഹീലിംഗ് ഫേസിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈറ്റ് ഇഷ്യൂസ് ഉണ്ടെന്ന് എനിക്കറിയാം, സോറി, പക്ഷേ വേറെ നിവർത്തിയില്ല, അതുകൊണ്ടാണ്. ഡിവൈനായിട്ട് തന്നെ ഒരു ബോണസാണ്. മീൻസ് നിങ്ങൾ വിട്ടുപോയിന്ന് വിചാരിച്ച ആ ഒരു കണക്ഷൻ ഡിവൈനായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കേണ്ടാവും. പക്ഷെ ഒരു 4 to 6 months എടുക്കേണ്ടാവും. അതിൻ്റെ ഇടയിലായിരിക്കും ആ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എത്രത്തോളം ഇൻറ്റൻസ് ആണോ അതനുസരിച്ചിരിക്കും റീച്ച് ഔട്ടിൻ്റെ വേഗത കൂടുന്നതും കുറയുന്നതും. സോ പ്രപഞ്ചമായിട്ട് നിങ്ങൾക്ക് ഒരുക്കിക്കണ ഒരു ഗിഫ്റ്റാണ്, ഗോഡ് ഗിഫ്റ്റാണ് നിങ്ങൾക്കിത്. ഓക്കെ, സോ എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക. ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് വേണം, അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം. അതർവൈസ് നിങ്ങൾക്ക് ആളെ വിട്ടിട്ട് പോകാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയാണ്ട് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ അവസരം കൊടുത്താൽ നമ്മൾ മണ്ടന്മാരാവും. പക്ഷെ അത് നിങ്ങളുടെ ഡെസ്റ്റിനി ആണെങ്കിൽ അത് നമ്മുടെ തലയിൽ തന്നെ വന്ന് കയറും, ഒന്നും പറയാനില്ല നമുക്ക്. ഓക്കെ, കപ്സിൻ്റെ എനർജിയുടെ കണ്ട്, അതായത് ചിലർക്കൊക്കെ ഇവിടെ കിങ് ഓഫ് കപ്സ് നമുക്കറിയാം ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ചിലർക്ക് പാസ്റ്റിലെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണ്ടാവാം. ചില സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ട് കമ്മിറ്റഡ് ആവേണ്ടാവാം. ചിലപ്പോൾ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളായിട്ട് ഡേറ്റ് ചെയ്യോ ആ ഒരു രീതിയിലൊക്കെ പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണ്ടാവാം. നിങ്ങൾ ആ ഒരു വ്യക്തി എനിക്കൊന്ന് ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു 4 പേര് അറിയുന്ന വ്യക്തിയായിരിക്കാം, ഭയങ്കര ചാമായിട്ട് ഭയങ്കര ഹാൻഡ്സം ആ ഒരു രീതിയിൽ. മീൻസ് ആള് ഇമോഷണലി ബാലൻസ്ഡ് ആണ്, പ്രാക്ടിക്കാലിറ്റിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്, ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആളത് പുറത്ത് ബാലൻസ് ചെയ്തേ നിൽക്കുള്ളൂ. ഇമോഷനും അതായത് ഈ വ്യക്തി മസ്കുലിനും ഫെമിനിനും ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഈ ഒരു വ്യക്തി പ്രാക്ടിക്കാലിറ്റിയാണ്, സ്പിരിച്വാലിറ്റിയിൽ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പോലും ഹൈലി ഇൻഡ്യൂട്ടീവ് ആണ്, പക്ക ഇൻഡ്യൂട്ടീവ് പവറുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ. അതേപോലെ തന്നെ ഇയാൾ എന്താ പറയുക
ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മീൻസ് ഒരു നമ്മളെ ഇങ്ങനെ എന്താ പറയുന്നേ, നമ്മൾ അറിയില്ലേ, ഭയങ്കരമായിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു ആകർഷണമൊക്കെ തോന്നുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ കണക്ട് ആവേണ്ടാവുക. ചിലർക്ക് പാസ്റ്റിൽ നിന്ന് വന്ന വ്യക്തിയായിരിക്കാം, ചിലവർക്ക് പുതിയ ഒരാളായിരിക്കാം ജീവിതത്തിലേക്ക് വരണ്ടാവുക. ഒക്കെ നമുക്കിവിടെ ഏസ് ഓഫ് കോയിൻസിന്റെ എനർജി, അതായത് ഏസ് ഓഫ് പെൻഡാക്കിളിന്റെ എനർജി കാണാൻ പറ്റുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് ഏസ് ഓഫ് പെൻഡാക്കിൾ അല്ലെങ്കിൽ ഏസ് ഓഫ് കോയിൻസ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഫിനാൻസിലും കരിയറിലും ഈ പറഞ്ഞ റിലേഷൻഷിപ്പിലൊക്കെ പുതിയൊരു ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾ എനിക്ക് ഇതിൽ ചിലരൊക്കെ പുതിയൊരാളെ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു വ്യക്തി, നിങ്ങളുടെ ആ ഒരു ലൈഫ് ഫ്ലവർ ചെയ്യാൻ പോവാണ് ഇനി. മീൻസ് നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട രീതിയോ അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിലുണ്ടായ റിലേഷൻഷിപ്പിൽ നിന്ന് ആ ഒരു വ്യക്തിയെ പോലെ അല്ലായിരിക്കും നിങ്ങളെ മനസ്സിലാക്കണം, നിങ്ങളെ കെയർ ചെയ്യണം, നിങ്ങൾ അത്രയും പാമ്പർ ചെയ്ത് കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരണ്ടാവുക. അതായത് ഇനി ഈ വന്ന വ്യക്തി നിങ്ങൾക്ക്, അത് പാസ്റ്റിൽ നിന്ന് നിങ്ങളുടെ കർമ്മ റിലീസ് ചെയ്ത് വരുന്ന വ്യക്തിയാണെങ്കിൽ പോലും അയാൾ പാസ്റ്റിൽ നിങ്ങളോട് എന്താണോ കാണിച്ചത് അങ്ങനെ എല്ലാവർക്കും കാണിക്കേണ്ടാവുക. ടോട്ടലി അയാളും ഡിഫറെൻ്റ് ആയിരിക്കും, അയാൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. കാരണം അയാൾ ഇത്രയും നാൾക്ക് സ്റ്റെബിലിറ്റി കമ്മിറ്റ്മെന്റ്സ് തന്നിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് അയാൾ സ്റ്റേബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് ആയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരണ്ടാവുക. മീൻസ് നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി തരണ്ടാവും, ഒരു അബൻഡൻസ്, അത്രയും പൊട്ടൻഷ്യലുള്ള വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണ്ടാവുക. ഇവിടെ കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ബിസിനസ്, പുതിയൊരു ബിസിനസ് തുടങ്ങാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ട്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഓൺലൈൻ ബിസിനസ് ഒക്കെ തുടങ്ങാൻ സാധ്യത ഉള്ളവരുണ്ടെങ്കിൽ നൗ ഇപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് അടിപൊളിയായിട്ട് കയറിപ്പോക്കോളും, ഒരു സംശയം വേണ്ട അതിനകത്ത്. ഓക്കെ, മീൻസ് പെൻഡാക്കിൾ എപ്പോഴും ഫിനാൻസിനെയാണ് കാണിക്കുന്നത്. സോ ഒരു ചെറിയ അവസരം കിട്ടിയാൽ പോലും നിങ്ങളത് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ നോക്കുക. ചെറുതിന്നാണ് വലുതിലേക്ക് പോവുക. നമ്മളിപ്പോൾ ഇടഞ്ഞിട്ടാണല്ലോ നടക്കാനും ഓടാനൊക്കെ തുടങ്ങി. സോ അതേപോലെ കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും നിങ്ങളത് നല്ല രീതിക്ക് കൈകാര്യം ചെയ്താൽ നല്ലൊരു ഏർണിങ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ലൈഫിൽ ആ ഒരു ബിസിനസ് കൊണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫ് തന്നെ മാറാൻ പോകുന്നത്. ഓക്കെ, ഓൺലൈൻ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള വേഗം ചെയ്തോളൂ. എഗൈൻ നമുക്ക് സ്ട്രെങ്ത്തിന്റെ കാർഡാണ് ഇവിടെ വന്നേക്കുന്നത്. സ്ട്രെങ്ത്തിന്റെ കാർഡ് നമുക്കറിയാം, എന്താ പറയാ, കരുതുണ്ടാവും നിങ്ങൾ എന്താ പറയാ അത്ര ഇതൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല, അതായത് ഈ ഒരു പേഴ്സണെ ഡിസേർവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു കരിയർ ഡിസേർവ് ചെയ്യുന്നില്ല, എനിക്കൊന്നിനും ഒരു കഴിവില്ല, ഞാൻ ഓക്കെ അല്ല, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങളെല്ലാവരും അടിപൊളിയാണ്, നൈസാണ്, നിങ്ങൾക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. ഓക്കെ, ഒരാളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം ഈ ലോകത്തില്ല. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ പറയട്ടെ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, ഒരു ആപത്ത് വന്ന്, താങ്ങാൻ തൂണുള്ളവർക്കേ തളർച്ച കൂടുള്ളൂ. താങ്ങാൻ തൂണില്ലെങ്കിലോ എഴുന്നേറ്റ് നടക്കും. മനസ്സിലായോ? സോ അങ്ങനെ താങ്ങാൻ തൂണില്ലാണ്ട് നടന്നു വന്ന ഒരാളാണ് ഞാൻ അതാ പറഞ്ഞത്. എൻ്റെ ബുക്ക് പറ്റുവെച്ചാൽ വായിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളിവിടെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ വൃത്തിയെല്ലാം ചിന്തിക്കുന്നത്, നിങ്ങളുടെ സെൽഫ് വാല്യൂ, സെൽഫ് വർത്ത് നിങ്ങൾ ആദ്യം സ്വയം മനസ്സിലാക്കുക. നിങ്ങളത് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ആ ഒരു സെൽഫ് വാല്യൂ, സെൽഫ് വർത്ത് നിങ്ങൾക്ക് തരാൻ തോന്നുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഞാൻ അങ്ങനെയല്ല, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, നമ്മുടെ ഈ മീൻസ് നമ്മളൊരു നല്ല ഡ്രസ്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ കുറേ മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് കിട്ടുമോ? ഇല്ല. നമ്മളെപ്പോഴും കോൺഫിഡൻസ് ഉണ്ടാകും. ഒരാളുടെ മുഖത്ത് നോക്കുക, അയാളുടെ കണ്ണി നോക്കിയിട്ട് പറയാൻ പറ്റുമോ ഞാൻ കോൺഫിഡൻ്റ് ആണ്. അല്ലാതെ കുറേ ഡ്രസ്സ് ഇട്ട് മേക്കപ്പ് ചെയ്ത് നടന്നാലൊന്നും ഒരാളും കോൺഫിഡൻസ് വരത്തില്ല. നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചിലർ പറയണേക്കെ എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി സംസാരിക്കാൻ അറിയില്ല എന്ന്. തെറ്റിക്കോട്ടെ, എന്നാലും ഒരാളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അയാളത് അംഗീകരിക്കും. അതാണ് സത്യം. എനിക്ക് കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല കഴിവുള്ള പൊട്ടൻഷ്യലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. നിങ്ങളാദ്യം നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളുടെ ആ ഒരു ശക്തി പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുക. ഞാൻ അന്ന് ഒരു തവണ പറഞ്ഞു, ഞാൻ എൻ്റെ ലൈഫ് ഡിവോഴ്സിൻ്റെ ആ ഒരു വക്കിലെത്തിയപ്പോഴാണ് ഞാൻ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തത്, ഡാൻസ് പഠിക്കാൻ പോയി തുടങ്ങിയത്. എന്തിന്? ഈ ടാരറ്റ് കാർഡ് പോലും എൻ്റെ കയ്യിലേക്ക് വന്നത് അതിന് ശേഷമാണ്. ഇപ്പോൾ ഒന്നുമില്ലാതെ മുറിക്കാത്തിരുന്ന് ഞാനിപ്പോൾ എൻ്റെ റീഡിങ് കാണാൻ ഒരു 10,000 പേരെങ്കിലും ഉണ്ടല്ലോ, അപ്പോൾ ക്ലയൻസും ഉണ്ട്. സോ അവരെ ഹീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്കത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിന് ഏറ്റവും കൂടുതൽ ഞാൻ താങ്ക് യു പറയാണ് ഓരോരോ വ്യക്തിയുള്ള ഈ ലോകത്ത്. ആ ഒരാളിത് കേൾക്കൂലോ ഒന്നും എനിക്കറിയത്തില്ല, പക്ഷേ താങ്ക് യു സോ മച്ച്. ആ ഒരാളോട് മാത്രമേ ഉള്ളൂ അന്നും ഇന്നും എന്നും കടപ്പാട്. അപ്പോൾ നിങ്ങളുടെ ശക്തിയെ സ്വയം തിരിച്ചറിയാൻ നിങ്ങൾ പുറത്തേക്ക് വരാൻ നോക്കുക. ബോട്ടം ഓഫ് ദി ഡെക്കിൽ ദ വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡാണ് വന്നേക്കുന്നത്. ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഒരു കർമ്മ സൈക്കിൾ എൻഡ് ആയിട്ട് ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബിസിനസ് ഓഫേഴ്സും പുതിയ ജോലി അവസരങ്ങളും റിലേഷൻഷിപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടും നിങ്ങളുടെ പഴയ ആ ഒരു പാസ്റ്റ് ലൈഫിലെ റിലേഷൻഷിപ്പൊക്കെ ഹീൽ ചെയ്തതിന് ശേഷം
അതായത് എല്ലാം അവരായിട്ടുള്ള എല്ലാ ട്രോമയും ഹീൽ ചെയ്തതിന് ശേഷം വേണം പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ. അല്ലെങ്കിൽ പഴയ റിലേഷൻഷിപ്പിൽ നടന്ന അതേ കാര്യം വീണ്ടും ആവർത്തിക്കും, വീണ്ടും ബ്രേക്കപ്പ് വരും, പിന്നെയും നിങ്ങൾ കരയും, പിന്നെയും സൈക്കിൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്കൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. മീൻസ് അത്രയും ഒരു കാർമിക് ലെസണൊക്കെയാണ് ഇവിടെ എൻഡ് ആവാൻ പോകുന്നത്. അത് എൻഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റായി നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ലൈഫ് കിട്ടും. എല്ലാവർക്കും അതേപോലെ അടിപൊളിയായിട്ടുള്ള ലൈഫ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ റീഡിങ് നിങ്ങൾക്ക് റിസണേറ്റ് ആവണമെങ്കിൽ കമൻറ്റിൽ പറയാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിക്കാൻ ഞാൻ റിപ്ലൈ ഉണ്ടാവും. നമ്മൾ ഹീലിംഗ് സെക്ഷൻസും അതേപോലെ തന്നെ കൗൺസിലിംഗ് സെക്ഷനൊക്കെ ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതേ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം, അതിനകത്ത് DM ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. റീഡിംഗ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റീഡിങ്ങിൽ വീണ്ടും കാണുമ്പോൾ ബൈ.